മാന്യ സദസ്സിനെ എന്റെ വിനീതമായ കൂപ്പുകൈ. ആദരണീയരായ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19. മലയാളികളായി നാം ഓരോരുത്തരും വായനാ ദിനമായി ആചരിക്കുന്നു. വായന എന്നാൽ അറിവിന്റെ ലോകാത്ഭുതമാണ്. വായിച്ചാൽ കിട്ടുന്ന അറിവിന്റെ മൂല്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കേരളത്തിലാണ് വിദ്യാഭ്യാസ വളർച്ച ഏറ്റവും അധികം ഉള്ളത്. ഇതിനൊക്കെ കാരണം പുസ്തകമാണ്, വായനയാണ്. പുസ്തകം നൽകുന്ന അറിവിന്റെ വെളിച്ചം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അറിവ് നേടുക എന്നാൽ വിജയം നേടുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വിജയം നേടുന്നുവോ അത്രയും ഉയർച്ച നമ്മളിൽ പ്രതിഫലിക്കും. വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അറിവ് നേടുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വായിച്ചാലേ നമുക്ക് ഉയർച്ചയുണ്ടാകൂ. പ്രത്യേകിച്ച് ഇക്കാലത്ത് വായിച്ച പുസ്തകത്തിന്റെ കണക്കല്ല നാം ഓർക്കേണ്ടത്, കിട്ടിയ അറിവിനും ആശയങ്ങൾക്കുമാണ് നാം വില കൽപ്പിക്കേണ്ടത്. വായനയുടെ മൂല്യം അറിയാൻ നാം ഏറെ പരിശ്രമിക്കണം. കുറെ നല്ല പുസ്തകങ്ങളുമുണ്ട്, ചീത്ത പുസ്തകങ്ങളുമുണ്ട്. ആദ്യം തന്നെ നാം ചീത്ത പുസ്തകങ്ങളെ ഒഴിവാക്കുക. ഒരു ചീത്ത പുസ്തകം വായിക്കുമ്പോൾ നാം ഓർക്കുക, ഒരു ചീത്ത സുഹൃത്തിനോടാണ് കൂട്ടുകൂടുന്നത് എന്ന്. ചീത്ത പുസ്തകത്തിനെയും നല്ല പുസ്തകത്തിനെയും തിരിച്ചറിയാനുള്ള ബോധമാണ് നമ്മളിൽ ആദ്യം ഉണ്ടാക്കേണ്ടത്. അറിവിന്റെ കൂമ്പാരമാണ് വായനാശാലകൾ. ഒരു പ്രദേശത്ത് ഒരു വായനാശാലയുണ്ടായാൽ മതി അവിടുത്തെ ജനങ്ങളിൽ പകുതി പേര് നന്നാവാൻ. അവരിൽ അറിവിന്റെ വെളിച്ചം തൂക്കി നിൽക്കും. ഒരു നല്ല മനുഷ്യന് മാത്രമേ വായനയുടെ മൂല്യം അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ചീത്ത മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വായനാബോധം. നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ നാം വായനയുടെ ലോകത്തിലേക്ക് എത്തിക്കുക. അവന് നല്ലൊരു സുഹൃത്തായി പുസ്തകം എന്നും കൂടെയുണ്ടാകും. പുസ്തകം വായിച്ചാൽ പഠനത്തിലും മികവ് കാട്ടാൻ നമുക്ക് സാധിക്കും. ജൂൺ 19 നാം വായന ദിനം ആചരിക്കുന്നു. PN പണിക്കരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. വായനയുടെ മൂല്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് ഈ ദിനം. എന്നാൽ പുതുതലമുറ അറിവിന്റെ മഹത്വത്തെപ്പറ്റി ഒട്ടും ബോധപൂർവമായി ചിന്തിക്കുന്നില്ല. ഫേസ്ബുക്കും വാട്സാപ്പും മാത്രമേ അവർ ആസ്വദിക്കാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഇതിന്റെയൊക്കെ മാസ്മര ലോകത്താണ് ഇന്നവർ. അതിന്റെ ദോഷങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്നതേയുള്ളൂ. അവർ വായനയുടെ ലോകത്ത് മാത്രമായിരുന്നു എങ്കിൽ എന്തു നന്നായേനെ. എവിടെയും അനീതിയും അതിക്രമവും പീഡനവും വിളയാടുന്ന പൊതുസമൂഹത്തിൽ അറിവിന്റെ വെളിച്ചം പകരാൻ നാം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വായനയുടെ പ്രാധാന്യം നാം തിരിച്ചറിയുകയുള്ളൂ. ഇന്റർനെറ്റിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുമ്പോഴും വായനയുടെ ലോകത്ത് അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കണം. അറിവ് പകരാനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും ഇന്റർനെറ്റിന് ആവും. ഇന്ന് ഏത് പുസ്തകം വായിക്കാനും ഏത് വിവരം ലഭിക്കാനും ഇന്റർനെറ്റ് ഉപയോഗപ്രദമാണ്. വായനയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങാം. വായനയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാം. നന്ദി, നമസ്കാരം.